ശരി. എന്നോടിപ്പോ എന്നെ പറ്റി എന്താ ചോദിച്ചോ? അന്റെ പാടെന്താന്ന് ചോദിക്കും. അതെ പറഞ്ഞേ. കൊഴപ്പൊന്നുമില്ലാന്ന് പറഞ്ഞേ. വേറെ ഒന്നും ചോദിച്ചില്ല. ആഴ്ചയുടെ തൊടലുണ്ടോ പിടിക്കലുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഞാൻ ഓഫീസിൽ പോവില്ലാന്ന് പറഞ്ഞേ. ആഴ്ചയുടെ കെട്ടിപ്പിടിക്കലുണ്ടോ, പെണ്ണുങ്ങൾ നേരത്ത് തൊടലുണ്ടോ ഓന് ആദ്യത്തെ പോലെ എന്ന് വെച്ച്. ആയിഷ നിർത്തിയല്ലോ. ഹലോ, അന്ന് ഞാൻ ചേച്ചിന്ന് വിളിക്കൂല കേട്ടോ. അന്ന് ഞാൻ ചേച്ചിന്ന് ഞാൻ വിളിക്കല എന്റെ നാവ് കൊണ്ടേ അത് ഭയങ്കര ബുദ്ധിമുട്ടാ. അന്ന മോന്ത അടിച്ചാൻ പൊട്ടിക്കും പന്നി. ഞാൻ ആരാന്ന് വെച്ചാൽ അറിയും കേട്ടോ. അതെന്താണ്? അല്ല ഞാൻ അതവിടെ എനിക്ക് നാട്ടിലേക്ക് പോയാ മതി, നാട്ടിലേക്ക് പോയാ മതി. അനക്ക് ഓജ് പോവൂല. അന്ന ഒരു സാധനം അവിടെ ട്രാവൽ ബാൻ ഇടും. എനിക്ക് പോയേ പറ്റൂ. മാന്യമായിട്ട് അന്നെ കൊണ്ട് പറ്റുന്ന ചെയ്തോ, പറ്റുന്ന ചെയ്യ്. എനിക്ക് നാളെ നാട്ടിലേക്ക് പോയേ പറ്റൂ. നാളെക്കോട്ട് പോകണം എന്റെ രീതിയിൽ ശ്രമിച്ചോക്ക് പോകാൻ പറ്റുമെന്ന്. എനിക്ക് പോവണം. ശ്രമിച്ചോക്ക്. പക്ഷെ നല്ല രീതിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇജിപ്പൊ ഇങ്ങോട്ട് ചൂടായി റോങ് ആയിട്ട് സംസാരിച്ചു. നല്ല രീതിയിൽ ചോദിക്കും. അണക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇജി ഒരാളെ ഭാഗം മാത്രം കേട്ടിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ നിന്നോട് പറഞ്ഞു ആയിഷാനോട് നാളെ വരാൻ പറയുന്നു. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അനക്ക് മനസ്സിലായിട്ടില്ല. ഈ പറഞ്ഞ എന്ത് വേണമെങ്കിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് നാട്ടിൽ പോയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ റൂമിൽ ഞാൻ എന്റെ ജീവൻ ഒടുക്കിയിരിക്കും. നാളെ രാവിലത്തേക്ക് ഇന്നങ്ങൾ ആരും കാണൂല. അത് സത്യം. ആയിക്കോട്ടെ. ഞാനൊന്നും ചെയ്യണില്ല. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ചേച്ചിനെ പറ്റണൊക്കെ ചേച്ചി ചെയ്തോളി. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടുണ്ട്. ഒന്നിക്ക് മരം ഡു ഓർ ഡൈ. കാരണം ഇത്ര ഇനി അങ്ങനെ എനിക്കും എന്താ ചെയ്യണ്ട, ജീവിക്കണ്ട. ഈ ഒന്നിക്ക് ഡു ഓർ ഡൈ അത്ര മാത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതിനെ തീരുമാനിക്കും. എനിക്ക് ഒരു കുഴപ്പമില്ല. ആവശ്യത്തിലെത്ര ജീവിച്ച് വളർന്ന എല്ലാ രാജ്യക്കാരും എല്ലാം ഇരിക്കണം. ഡു ഓർ ഡൈ അതിനെ ഞാൻ നിൽക്കുന്നത്. എന്ത് വേണേ ചെയ്തോ, എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്തോ. അവിടെ അല്ലേ അവിടെ പോരൂല. അവിടെ നിന്ന് എനിക്ക് ഞാൻ വിചാരിക്കും ഇത്രയും ദിവസം അവിടെ ജോലി കയറിയിട്ടില്ല. ആരും അബ്സ്കോണ്ട് ഇനി ഞാൻ വിചാരിക്കും. അതുകൊണ്ട് എനിക്ക് നല്ലതിന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം. പറ്റുമോ എന്നാ എനിക്കെന്താ പറ്റുമോന്ന്. അത് മൂസിൽ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവരത് കളിച്ചിരിക്കണം. അവരെ അത്ര മാത്രം ദേഷ്യം കാര്യം അവരോട് വിളിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. FIR കൊടുത്തോട്ടെ. ഹണി ട്രാപ്പില്ല. എനിക്ക് നാട്ടിൽ പോണം. എനിക്ക് നാട്ടിൽ പോയേ പറ്റൂ. എനിക്കിനി ഒരു നിമിഷം അവിടെ നിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല. എനിക്ക് നാട്ടിൽ പോണം. ഈ റാഷിദിന് ഈ നിമിഷം വിചാരിച്ചാല് 2 ലക്ഷം രൂപ വിസന്റെ പൈസ തന്നാളെ. 2 ലക്ഷം രൂപ വിസന്റെ പൈസ തന്നാളെ. 2 ലക്ഷം രൂപ വിസന്റെ പൈസ തന്നാളെ. ഇന്നലെ വരെ എന്നോട് എന്താ പറഞ്ഞത്? അത് പൊയ്ക്കോന്നല്ലേ പറഞ്ഞത്? അപ്പൊ 2 ലക്ഷം രൂപ വിസന്റെ കാശ് തന്നാളെ. ഇന്നലത്തെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. 2 ലക്ഷം രൂപ വിസന്റെ കാശ് തന്നാളെ. എന്നിട്ട് പൊയ്ക്കോ. 2 ലക്ഷം രൂപ വിസന്റെ അതെന്താ പറ്റുമോ? അതിന് 2 ലക്ഷം രൂപ വിസ കൊടുത്തിട്ടല്ല അവിടെ ഓഫീസ് സ്റ്റാഫായിട്ട് നിയമിച്ചിട്ടുള്ളത്. നാട്ടിൽ എന്തായാലും ഇനി പോകാൻ പറ്റും. അത് എന്താണ്, അത് കോടതി പോയിട്ട് എന്തായാലും അക്കൗണ്ടിങ് ആ സാധനങ്ങളൊക്കെ അതെന്താ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ഇട്ടിക്കണേ ഞാൻ ബുദ്ധിമുട്ടാണ് എനിക്ക്. അത് ഒരുപാട് പണിയുണ്ട് മാറ്റാൻ. അപ്പൊ അതുവരേക്കും എന്റെ ചെയ്ത് തന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കി ആൾക്കൊക്കെ ഇതാക്കാം. മറ്റേ സുപ്രീം ഇങ്ങനെ എന്ത് എന്നാലും നടക്കൂല. എന്ത് തന്നെ ഇതാക്കിയാലും ആ സാധനം പോകൂല. അത് ഞാൻ സ്പോൺസർ സൈൻ കംപ്ലൈന്റ് ഇല്ലാന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. അത് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം അത് മനസ്സിലായി. അത് വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി. അത് എത്രമാത്രം ഇനി നാറി കളിയാക്കണം അത്രമാത്രം ഞാനും നാറി കളിയെടുക്കും. അപ്പൊ ശ്രദ്ധിച്ചോ. ഇനി ഓനെ ഇട്ട് പോയിട്ട് ഈ പല കാര്യങ്ങളും എനിക്കെതിരെ ചെയ്യാണെങ്കിൽ നീ തന്നെയാണ് നാറുക. ആദ്യം പറഞ്ഞത് എന്ത് വലിയ ഡ്രാമ കളിച്ചാലും വെറുതെ അതിന് നിൽക്കണ്ട. ആർക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നീ തന്നെ എന്ത് ചെയ്യാ അത് ക്ലിയർ ആക്കുക. അല്ലെങ്കിൽ നീ കുടുങ്ങും. നീ എല്ലാം നിനക്ക് ഞാൻ പറഞ്ഞില്ലേ, നീ ഇച്ചും അവനും കൂടെ എത്ര നാറി കളിക്കാൻ പറ്റും അതിനാത്രം നാറി കളി ഞാനും കളിക്കും. നാട്ടില് പോകണമെന്നുണ്ടെങ്കിൽ അത് മകളുടെ കാര്യങ്ങളൊക്കെ നോക്കാക്ക് ചെയ്തേക്കണം കേട്ടോ. എല്ലാ റെക്കോർഡ് കാര്യങ്ങൾ ഇട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. ഡ്രാഫ്റ്റ് ചെയ്തല്ല ഇത് വെച്ചിട്ട് അവളുടെ കൈയക്ഷരത്തില് ഞാൻ ഉണ്ടാക്കി തരും. എന്നിട്ട് ഈ സാധനം അവളെ കൊണ്ട് ഏറ്റിപ്പിക്കണം. ഈ പറഞ്ഞ സാധനങ്ങള് എന്നിട്ട് അവളെ കൊണ്ടുതന്നെ അവളെ ഭാഷയിൽ ഏറ്റിപ്പിക്കണം. ഒരാൾ എഴുതി തന്നു പറയരുത്. മനസ്സിലായില്ല. ഓനക്ക് പരാതി നിന്റെ രീതിയിലല്ലല്ലോ പരാതി വരുന്നത്, മോളെ രീതിയിലാണ് ആളുടെ പരാതി വരുന്നത്. അതാ പൊട്ടനെ ചിന്തിക്കാനായിട്ടില്ലേ. എല്ലാ സാധനം പരാതി നേരിട്ട് കയറിയാൽ മതി. കാരണം നിങ്ങളെ മൊഴിയെടുക്കാൻ നിങ്ങൾ വേണ്ടേ? നിങ്ങളോട് ഉണ്ടാവില്ലല്ലോ. പെൺകുട്ടല്ലേ.
പിന്നെ ഇവര് കുട്ടികളൊന്നും ഒരു കാരണവശാലും കൈനിക്കരെന്ന് ജംഷാദ് അതൊന്നും പറയില്ലല്ലോ, ചെറിയ കുട്ടി പറയില്ല. ചെറിയ കുട്ടീനെയൊക്കെ ചോദ്യം ചെയ്യും. ഇല്ല, ഇവളോട് മാത്രമേ ഇവളെ മൊയ്യ എടുക്കുള്ളൂ. പക്ഷെ നമ്മള് മുൻകരുതലായിട്ട് നമ്മൾ എന്താ അറിയില്ലാന്ന് അവരെ പഠിപ്പിച്ചിട്ട് എന്താ കുഴപ്പം? തെറ്റൊന്നുമില്ലല്ലോ. അവർക്കൊക്കെ അവർക്കുള്ള ഞാൻ സേഫാ, എല്ലാവർക്കും വേണ്ട സേഫാ. എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ബോണസ് ഓരോ ദിവസം. പക്ഷേ ഞാൻ എന്ന രീതിയിൽ കളിച്ചോള് കുടുങ്ങിയ ഓളെ സഹായിക്കാൻ ഒരു മനുഷ്യരുണ്ടാവില്ല. ആ കളി ഞാൻ കളിക്കും. ജീവനുണ്ടെങ്കിൽ എന്റെ ശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് എന്നെ വിളിച്ചോളെ കിട്ടെ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ കൂടി ഇതാക്കിയിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കാം. ഓള് ദൈവം സ്നേഹം ഉണ്ടെങ്കിൽ തനിക്ക് ഒരുപാട് പാരാത്തും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും മറ്റുള്ള സ്റ്റാഫുകൾ ഓള് വയ്ക്കല എല്ലാരും ജീവിക്കാൻ വേണ്ടി വന്നതാണ് ചേച്ചിയെ. ഹലോ, കേൾക്കുന്നുണ്ടോ? ജീവിക്കാൻ വേണ്ടി വന്ന എല്ലാരും കഷ്ടപ്പാടും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ. പക്ഷെ അവള് അങ്ങനെ വന്നതല്ല. അവള് ഏതെങ്കിലും ചെക്കന്മാരായിട്ട് കിട്ടിയിട്ട് അവളെ ലൈഫ് അടിച്ചു പൊളിക്കാൻ വന്നത്. അത് നമ്മളിത് തെറ്റുപറ്റിപ്പോയി. അവളെ ക്ഷണിച്ചത് രമേശിന്റെ ഒറ്റ കാരണം കൊണ്ട് ഫോൺ വിളിച്ച് ഇന്റർവ്യൂ ചെയ്ത് ഞാനാണ് തിരക്ക് വരുന്നത്. അതിൽ കൂടുതൽ ഇടപെടാൻ പറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ അത് അവളോ അതിന്റെ പരിഹാരമാണ്. അല്ലെങ്കിൽ നമ്മളാ സ്ഥാപനം ഞാൻ തിരിച്ചിട്ട് ആ ഫ്ലാറ്റിനെ തിരിച്ചു കൊടുക്കും. ഞാൻ അവർക്ക് ഓള് പോകുന്നില്ലെങ്കിൽ ഫ്ലാറ്റ് ഞാൻ തിരിച്ചു കൊടുക്കും. കുഴപ്പമില്ലല്ലോ, എന്റെ ഫണ്ടല്ലേ, ഞാൻ എന്റെ കൊടുത്ത് ചെക്കാൻ റിട്ടേൺ വയ്ക്കും. അത് പോവില്ലേ? അല്ലെങ്കിൽ അവള് മാന്യമായിട്ട് അവിടെ നിന്ന് പോവാം. പക്ഷെ ഓള് ഞാൻ ഓഫീസിൽ ഓന് എന്ന് പറഞ്ഞാൽ ഓഫീസിൽ ആള് വർക്ക് ഇല്ല. ഉണ്ടോ ചേച്ചി? ഞാൻ അതിന്റെ ഓണറല്ലേ, എന്റെ കൈ കൊണ്ടല്ലേ സാലറി കൊടുക്കേണ്ടത്. ഒരു വാശി എന്ന് പറഞ്ഞാൽ ഓനക്ക് വാശിട്ടോ പൈസയും സാധനം നോക്കുക. അത്രയും പൈസയുണ്ട് അയാളുടെ കാണിച്ചിട്ട് പവറുണ്ട്. അതുകൊണ്ട് വെറുതെ ഓനായിട്ട് കളിക്കുക കഴിഞ്ഞാൽ ഈ എൻ്റെ ഇപ്പോഴത്തെ ഓരോ ചെക്കന്മാരെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് ഉണ്ടാവും. പക്ഷെ അവർക്കൊക്കെ എത്ര ഉണ്ടാവും. പക്ഷെ ജംഷാദിന് എനിക്കറിയാം വെറുതെ എന്താ ഓനെ ചൊറിയാൻ പോകണ്ട, ഓനായിട്ട് എന്താ ചെയ്യണ്ട, ഡയലോഗ് അടിക്കാൻ ഓനക്കെതിരെ പറയാൻ പോണ്ട. പക്ഷെ ഓൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാലോ പറയാ. ഇപ്പൊ മൂസിനും ഇവർക്കൊക്കെ നിന്ന് നിലനിൽപ്പോൾ ഹസ്ബൻഡിനായിട്ടും പല കാര്യങ്ങളായിട്ട് ഒക്കെ ഇന്നെ കൊണ്ടാണല്ലോ, അറിയാലോ. ഫവാസിന്റെ പൈസയും ഒക്കെ ഭയങ്കര പറയാൻ കളിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ആ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, എല്ലാം കൊണ്ടും ഓനും പ്രൊട്ടക്റ്റീവും സേവ് ചെയ്യും. പറഞ്ഞു കൊടുക്കണ്ട അങ്ങനെയാണ്. ഓളെ നല്ല പേടിപ്പിച്ചാലേ. ഹലോ, ഓളെ നല്ല പേടിപ്പിച്ചാൽ ഓളാണ്ട് വലുതായി എന്ന് തോന്നണ്ട. ഓന് ഇന്റെ അടുത്തൊക്കെ ഒരു സാധനം കാണിച്ചെന്ന് തന്നെ പറഞ്ഞേക്കെ. അത് എനിക്ക് എന്താന്നൊക്കെ കണ്ടു, എന്റെ കയ്യും കാലും പോയി. പക്ഷെ എന്റെ ഒരു സാധനത്തിൽ നിന്നാണ് എനിക്ക് വന്നിട്ടുള്ളത് പറയാം. എങ്ങനെ പറഞ്ഞേക്കെ? ഈ ഒരു സാധനം ഞാൻ എന്റെ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോ പുറം ലോകം കാണുക എന്നോട് പറഞ്ഞു. എനിക്ക് നല്ല പേടിയുണ്ട് ഇട്ടാ അറിയാം. അത് പറഞ്ഞേക്കെ, അങ്ങനെ തന്നെ പറഞ്ഞേക്കെ. അത് സാധനം വീഡിയോ എടുത്തിട്ട് പോലീസ് ഒരു സാധനം എടുത്തിട്ടുണ്ട്. ആർക്കും ഇങ്ങനെ ഒരു പോലെ പോകുമ്പോ ഈ ഒരു സ്ക്രീൻഷോട്ടോ അതൊക്കെ എന്നോട് സംസാരിച്ച വാട്സാപ്പിൽ ഓൻ്റെതും ഉണ്ട്. അവനൊക്കെ ഫുള്ള് റിക്കവറി എല്ലാ സാധനം ഓൻ്റെ അടുത്ത് എന്നോട് ഒക്കെ ഓന് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഒരാൾ എന്ത് ചെയ്തില്ല, ഓന്റെ റൂമിലേക്ക് പോയി എന്നുള്ളതാ. അല്ലാതെ ഓന് നമ്മളെ റൂമിലേക്ക് വന്നിട്ടില്ല. ഹണി ട്രാപ്പ് എന്ന രീതിയിൽ അത് വേറെ കേസ് അയച്ച് ഇറങ്ങൂല. അത് വേറെ കാരണം അങ്ങനെയാണ് സത്യം. ഓന് എൻ്റെ അടുത്ത് എന്തെങ്കിലും അതിനെ ബലപ്രയോഗിച്ചാണ്ട് നിന്നിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അതൊന്നും ആ കേസിനൊക്കെ കൊടുത്തതിനേക്കാൾ ഡബിൾ മടങ്ങ് കേസാണിത്. അവള് പറയാ അന്നജി എന്തെങ്കിലും ഈ സാധനം യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യും. അവള് കഞ്ച യൂസ് ചെയ്തോളിനോട് പറഞ്ഞാ ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത ആള് ടെസ്റ്റ് എന്തെങ്കിലും ലൈഫിൽ യൂസ് ചെയ്യും. അവള് ടെസ്റ്റ് ചെയ്തിങ്ങനെ ഈ ടെസ്റ്റ് ചെയ്ത ഒരാൾ ആണെന്നുണ്ടെങ്കിൽ ഈ സാധനം എന്റെ കൈ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ ബാഗിൽ നിന്ന് എവിടെ കിട്ടിയ എന്റെ വീഡിയോ ഉണ്ടെങ്കിൽ സാധനം ഉണ്ടെങ്കിൽ അതല്ലാതെ വേറെ പൈസ ഇടപാട് അതും പലതും ഉണ്ടാവും. പക്ഷെ അങ്ങനെ കണ്ടെങ്കിൽ കരുതിക്കോ, ഈ പുറം ലോകം കാണുമല്ലോ ഓനക്കിട്ട് കളിച്ചാല്. അതൊക്കെ ഒരു കംപ്ലൈന്റ് അവിടെ എന്തെങ്കിലും ഓനക്ക് തിരിഞ്ഞാൽ അത് അപ്പം മുഴുവൻ ഓളോടൊന്നും പറയാം. എനിക്ക് എന്തെങ്കിലും കളിച്ചാൽ ഈ സാധനങ്ങൾക്ക് ഓനക്ക് ഊരി പോരാനും അറിയാം, കളിക്കാനും അറിയാം. ഓനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഓൻ കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ എന്ത് പോലെ 50 കുറച്ച് വാസുകളൊക്കെ സെറ്റാക്കാൻ പറ്റുമോ. പക്ഷെ ഓൻ കളിച്ചു കഴിഞ്ഞാൽ അനക്ക് ഇറങ്ങാൻ പറ്റൂല. അത്രയും പൈസയും അവരൊന്നുമില്ല ഓൻ്റെ അടുത്തില്ല. അതിൽ ഭീമമായ ലക്ഷക്കണക്കിന് 2-3 ലക്ഷം ഒരു എന്നെ രക്ഷിക്കാൻ ഇറക്കൂല. അതിന് നിൽക്കണ്ട. പക്ഷെ ഓർക്ക് അത് അതിന്റെ പൈസയുണ്ട്. ഓനെ ഇറക്കാനും ഇവിടെ ഇഷ്ടംപോലെ വക്കീലന്മാരുണ്ട്, പിടിപാടുണ്ട്, പവറുണ്ട്. ഇവിടുത്തെ ക്യാമ്പീസിന്റെ വൈസ് പ്രസിഡന്റ് ആണ് പറഞ്ഞത് ദുബായിന്റെ. ഇതുണ്ടാവില്ല എനിക്ക് കേട്ടിട്ടില്ലേ? അത് പറഞ്ഞേക്കെ. അപ്പൊ അത്ര ഒന്നും അഞ്ച് വളർന്നിട്ടില്ല. അത് നന്നായിട്ട് പറഞ്ഞേക്കെ. എനിക്ക് ഞാനാണ് തുടങ്ങി കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് പിടിച്ചാൽ കിട്ടില്ല. ഞാൻ ആ സാധനം ഇട്ട് വേണ്ടാന്ന്. അപ്പൊ അതുകൊണ്ട് പറയാ ഓനെ എന്താ വെറുപ്പിക്കണ്ട. ഓന് ഫൈറ്റിന് പോണ്ട, എത്തൂലെന്ന് പറഞ്ഞേക്കെ ചെയ്യും. ഫൈറ്റ് ചെയ്ത് ഓനെ എത്തൂലെന്ന് തന്നെ പറഞ്ഞേക്കെ, എത്തൂലെന്ന് പറഞ്ഞേക്കെ. അതിനുള്ള വളർന്ന് വലുതായ ആളാണ്. അവനക്ക് ഇവിടെ മാത്രമല്ല 10 സ്റ്റാഫ് അവിടെ എല്ലാ കോടതിയിലും എല്ലാ DGP മുതൽ എല്ലാ ബന്ധം ഇവിടെ ഉണ്ട്. അതിന്റെ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അവിടുത്തെ വക്കീലല്ല, ഇവിടെ തന്നെ എല്ലാ ലീഗൽ ഫേമിലും വക്കീലും മലയാളീസാണ് എല്ലാ ലീഗലിന് തലപ്പത്തും. പ്രസന്റേജിൽ മാത്രമേ ബാക്കിയൊക്കെ ഞങ്ങൾ ആൾക്കാർ തന്നെയാണ് ഇവിടെയും.
അപ്പൊ അതുകൊണ്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഓൾക്ക്. ഈ വെറുതെ വിചാരിക്കുന്നത് പോലെയല്ല. ഓൾ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പ്രവർത്തനം കള്ളത്തരങ്ങളൊന്നും പറയില്ല. ആ പേടിപ്പിക്കാനും പറയില്ല. ഈ ഓരോ തന്നെ അവന്റെ പിന്നാലെ എനിക്കറിയാലോ, ഓൾക്ക് അറിയാലിന്റെ ആരെ വിളിക്കാൻ ആരൊക്കെ വരുന്നതൊക്കെ. അപ്പൊ സംസാരിച്ചിട്ട് എന്താ ചെയ്യാ, വെറുതെ ഓരിട്ടിട്ടുണ്ട്. ഈ പറയുമ്പോ തന്നെ ഞാൻ ഉള്ളില് പിന്നെ ഞാൻ ഇവിടെ തിരക്കാണ്. അപ്പൊ പറഞ്ഞിട്ട് കാര്യമായിട്ടാണ് പേടിപ്പിക്കല കാര്യം പറഞ്ഞു കൊടുത്താലേ ഓള് കുടുങ്ങുന്നുള്ള സാധനം. ആ ഒരു സാധനം ഉണ്ട് തന്നെ പറഞ്ഞു കൊടുത്താലേ. കാരണം ജാമായി കഴിഞ്ഞാൽ ഇറങ്ങൂലട്ടോ. ഓനക്ക് സിമ്പിളായിട്ട് ഊരി പോരാൻ പറ്റും. ചെക്കന്മാരെ വാക്ക് കിട്ടിച്ച് ഒന്നും നിൽക്കണ്ട പറഞ്ഞ കേട്ടോ. ഓക്കെ എന്നാ ഞാനിവിടെ ആളുണ്ട് എന്റെ കുറച്ചാവും.